രാജ്യത്തെ മുൻനിര ധനകാര്യ സ്ഥാപനമായ KLM ആക്സിവ ഫിൻവെസ്റ്റിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ KLM ഗ്രാൻഡ് എസ്റ്റേറ്റ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. 1,00,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ഈ ഓഫീസിലാകും KLM ആക്സിവയുടെ എല്ലാ ഡിവിഷനുകളും ഇനി പ്രവർത്തിക്കുക. KLM ആക്സിവയുടെ 5000-ലധികം വരുന്ന ശാഖകളെ ഏകോപിപ്പിക്കുന്നത് പുതിയ ആസ്ഥാന മന്ദിരത്തിലെ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. KLM അരീന, മാനേജ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ, HR ലൗഞ്ച് തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളോടെയാണ് കോർപ്പറേറ്റ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. കമ്പനിയുടെ അതിവേഗ വളർച്ചയുടെ ഭാഗമായാണ് പുതിയ ആസ്ഥാന മന്ദിരം തുറക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിപുലീകരണ പദ്ധതികൾ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മൈക്രോ ഫിനാൻസിന് മാത്രമായുള്ള NBFC തുടങ്ങുന്ന കാര്യവും കമ്പനി വെളിപ്പെടുത്തി. ഇസാഫ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും CEO-യുമായ പോൾ തോമസ് KLM അരീന ഉദ്ഘാടനം ചെയ്തു. സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ അജു ജേക്കബ് മാനേജ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KLM ആക്സിവ ചെയർമാൻ TP ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. Are not benefiting from the services, banking services that we have. And this is a very ambitious scheme to get these people in. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന TKA നായർ മുഖ്യാതിഥിയായിരുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം ആമുഖ പ്രഭാഷണം നടത്തി. ബ്രാഞ്ചുകളുടെ എണ്ണം 2000 ഉയർത്തിക്കൊണ്ട് രാജ്യത്തുടനീളം KLM ആക്സിവയുടെ സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. ഡയറക്ടർമാരായ MP ജോസഫ്, എബ്രഹാം തരിയൻ, പ്രൊഫസർ KM കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ടെന്നീസിലെ കൗമാര പ്രതിഭകൾ സാനിയ മിർസയുമായി മീറ്റ് ദി ലെജൻഡ് പരിപാടിയിലൂടെ സംവദിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ടെന്നീസ് പ്രതിഭകൾക്ക് കളി ഉപകരണങ്ങൾ നൽകുന്ന എയ്സ് പദ്ധതിക്ക് ചടങ്ങിൽ തുടക്കമിട്ടു. Congratulations to everybody. Congratulations also for the silver jubilee that the KLM will be doing this year. രജത ജൂബിലി വർഷത്തിലാണ് KLM ആക്സിവയുടെ പുതിയ ആസ്ഥാന മന്ദിരം തുറക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.